ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ഒരു വലിയ തീരുവ ചുമത്തിയിരിക്കുന്നു. 123% തീരുവയാണ്. കൃത്യമായി പറഞ്ഞാൽ 123.04% തീരുവയാണ് ഇപ്പോൾ US കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ നിർമ്മിത സോളാർ സെല്ലുകൾക്കും മോഡുകൾക്കും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ട്രേഡ് ആണ് ചുമത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 15 ഒരു 120% പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടി കൂടിച്ചേരുമ്പോൾ ഏതാണ്ട് 250% അധികം നികുതിയാണ് ഇപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഉള്ളത്. ഇന്ത്യൻ സോളാർ ഉൽപ്പന്നങ്ങൾ US വിൽക്കുന്നത് ഈ പുറത്ത് കാണിക്കുന്ന വിലയേക്കാൾ കുറച്ചാണ് എന്നാണ് ഇപ്പോൾ ഈ അമേരിക്കൻ ഭരണകൂടം പറയുന്നത്. ഇന്ത്യ US വ്യാപാര കരാറിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ നീക്കം. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സോളാർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഒരു പ്രതിസന്ധിയിലാണ്. അവിടേക്കാണ് ഇരുട്ടടി പോലെ പുതിയ താരിഫ് എത്തിയിരിക്കുന്നത്. മുന്ദ്ര സോളാർ, PV മുന്ദ്ര, സോളാർ എനർജി, കേവ് കമ്പനി, പ്രീമിയർ എനർജി തുടങ്ങിയ കമ്പനികളിലൊക്കെ തങ്ങൾ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് വില കുറച്ച് വിൽക്കുന്ന ഇന്ത്യൻ തന്ത്രത്തിനെതിരെ പുതിയ താരിഫ് എന്നാണ് ഇപ്പോൾ ഈ അമേരിക്കൻ ഭരണകൂടം പറയുന്നത്. ഏതായാലും ഇത് തെറ്റാണ് എന്നാണ് സോളാർ ഉൽപാദകർ പറയുന്നത്. നിലവിൽ 250% അധിക നികുതി നൽകി അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ അയക്കേണ്ട എന്നാണ് ഇപ്പോൾ ഉൽപാദകരുടെ തീരുമാനം. ഇന്ത്യ മാത്രമല്ല മറ്റു ചില രാജ്യങ്ങൾ കൂടി ഈ ഗണത്തിലേക്ക് വരുന്നുണ്ട്. മുൻപ് തന്നെ ട്രംപ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് സബ്സിഡികളും മറ്റും ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കുറഞ്ഞ ചെലവിൽ ഈ സോളാർ ഉൽപ്പന്നങ്ങൾ അവിടെയുള്ള കമ്പനികൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നത്. അത് അവർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ വലിയ ലാഭമാണ് കൊയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ യുദ്ധത്തിനിടയിലും താരിഫ് ചുമത്താൻ ട്രംപ് മറക്കാതിരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.